നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. LDF പെരിഞ്ഞനം ലോക്കൽ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് റാലിയും പൊതുയോഗവും നടത്തി. LDF എടത്തുരുത്തി പഞ്ചായത്ത് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് റാലിയും പൊതുയോഗവും നടത്തി. NDA നാട്ടിക നിയോജക മണ്ഡലം മഹിളാ സംഗമം ചേർപ്പ് മഹാത്മാ മൈതാനിയിൽ BJP ദേശീയ ജനറൽ സെക്രട്ടറി അണ്ണാമല ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ നാട്ടിക നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി ഗീതാ ഗോപിയെ വിജയിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് തീരദേശ റാലി സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. LDF പെരിഞ്ഞനം ലോക്കൽ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് റാലിയും പൊതുയോഗവും നടത്തി. പെരിഞ്ഞനം സെന്ററിൽ നടന്ന പൊതുയോഗം CPI കേന്ദ്ര കമ്മിറ്റി അംഗം KP രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. CPM ലോക്കൽ സെക്രട്ടറി PA സുധീർ അധ്യക്ഷനായി. സ്ഥാനാർത്ഥി KK വത്സരാജ്, നേതാക്കളായ PK ചന്ദ്രശേഖരൻ, TP രഘുനാഥ്, TK സുധീഷ്, സായിദ മുത്തുക്കോയ തങ്ങൾ, TK രാജു, TK രമേശ് ബാബു, CK ഗിരിജ, KS ജയ, അഡ്വക്കേറ്റ് ശ്രേയസ് ചെറിയനത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ഞങ്ങൾ 40 പേരേ ഉള്ളൂ. VS പ്രതിപക്ഷ നേതാവും കൊടിയേറ്റ് സഭവും ഉള്ള സമയത്ത് ഞങ്ങൾ 40 പേരും അപ്പുറത്ത് 100 പേരാണ് ഇന്നത്തെ UDF. അപ്പോൾ LDF-ൽ ഇനി 40-ൽ താഴെ വരും. അത് 100 സീറ്റ് പ്രതിപക്ഷ നേതാവ് പറയുന്നു, 110 സീറ്റ് അതിനേക്കാൾ വലിയ നേതാക്കൾ പറയുന്നു. കുഞ്ഞാലിക്കുട്ടി സാഹബൊക്കെ ആണെങ്കിൽ അത് 120 വരെ കണക്ക് കൂട്ടുന്നു. LDF-ന്റെ ഒരു വലിയ തകർച്ച ഈ കേരളത്തിൽ ഉണ്ടാകുന്നു എന്നൊരു അങ്ങനെ എഴുതി വാർത്തകളും സൃഷ്ടിക്കപ്പെട്ടു. ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസമായി ഇന്ത്യയിലെ എല്ലാ ന്യൂസ് ചാനലുകളും പത്രമാധ്യമങ്ങളും വാർത്തകൾ ഇത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വിശകലനം ചെയ്തവരും ഒരു പൊതു അഭിപ്രായം സ്വീകരിച്ചുകൊണ്ട് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നതെല്ലാം 100 സീറ്റിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ എത്തണമെന്നില്ല. പക്ഷേ LDF അധികാരത്തിൽ വരും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് കേരളത്തിൽ തിരഞ്ഞെടുക്കപ്പെടാൻ പോകുന്നത് എന്നൊരു പൊതു ബോധ്യം അല്ലെങ്കിൽ അത്തരമൊരു അഭിപ്രായം കേരളത്തിൽ ഇന്ന് ശക്തിപ്പെട്ടുകയാണ്. അത് ഒരു സ്വാഭാവികമായിട്ട് അങ്ങനെ ഉണ്ടാകുന്നതല്ല. ജനങ്ങൾക്ക് അനുഭവങ്ങളാണ് ഏറ്റവും വലുത്. നമ്മുടെ കൺമുമ്പിൽ കാണുന്നത്, നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെടുന്നത്, നമ്മൾ നാളെ പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണുമ്പോൾ എന്തായിരിക്കും എന്ന് ചിന്തിക്കുന്ന ഒരു സന്ദർഭത്തിൽ LDF എടത്തുരുത്തി പഞ്ചായത്ത് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് റാലിയും പൊതുയോഗവും നടത്തി. ചന്ദ്രാപ്പിനി മേഖലയിൽ നിന്നുള്ള റാലി ഹലുവ തെരുവിൽ നിന്നും, എടത്തുരുത്തി മേഖലയിൽ നിന്നുള്ള റാലി എടത്തുരുത്തി ബസാറിൽ നിന്നും ആരംഭിച്ച് പുളിഞ്ചോട് സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. PK ഷാജു അധ്യക്ഷനായി. സ്ഥാനാർത്ഥി KK വത്സരാജ്, നേതാക്കളായ KV രാജേഷ്, മുഹമ്മദ് ചാമക്കാല, VK ജ്യോതി പ്രകാശ്, മഞ്ജുള അരുണൻ, AV സതീഷ്, ഷീന വിശ്വൻ, CB അബ്ദുൾ സമദ്, ബൈന പ്രദീപ് തുടങ്ങിയവർ സംസാരിച്ചു. എന്തൊരു നാണക്കേടാണിത്! നിങ്ങൾ സുതാര്യമായി നടത്തുന്നതിന് വേണ്ടി നിങ്ങൾ ആരംഭിച്ച ആപ്പയുടെ സതീശൻ പറയണം, എന്തിനാ നിങ്ങൾ അത് മുക്കിയത്? ഈ ഫണ്ട് മുക്കിക്കൊണ്ട് ഈ കേരളത്തിൽ ഇതുവരെയും ഒരു രാഷ്ട്രീയ പാർട്ടിയും ചെയ്തിട്ടില്ലാത്ത മൃതദേഹത്തെ വിൽപ്പന ചരക്കാക്കുന്ന ശവത്തിന് വില പറഞ്ഞ് നിങ്ങൾ അത് കട്ടെടുക്കുന്ന നിലവാരത്തിലേക്ക് നിങ്ങൾ മാറിയില്ലേ? തെരഞ്ഞെടുപ്പിനെ കാണേണ്ടത് നമ്മുടെ ഭാവി കേരളത്തെ മുൻനിർത്തി നടക്കുന്ന ഒരു സുപ്രധാന തെരഞ്ഞെടുപ്പായിട്ട് വേണം നമ്മൾ കാണാൻ. കാരണം കഴിഞ്ഞ 10 കൊല്ലം കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തിയിട്ടുള്ള പ്രവർത്തനം എന്ന് പറയുന്നത് 1957 മുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അധികാരം കിട്ടിയ കാലം മുതൽ അധികാരത്തിൽ വന്നിട്ടുള്ള മാറി മാറി വന്ന ഇടതുപക്ഷ സർക്കാരുകൾ തുടർന്നു വന്ന
ഒരു നവകേരള സങ്കല്പം നമുക്കുണ്ടായിരുന്നു. അതായത് 57 ഗവൺമെന്റിന് മുമ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രത്യേക സമ്മേളനത്തിൽ ഒരു പുതിയ കേരളത്തിന് വേണ്ടിയിട്ടുള്ളൊരു കർമ്മ പദ്ധതി തയ്യാറാക്കിയ പാർട്ടിയാണ് ഇന്ത്യയിലെ കേരളത്തിലെ അന്നത്തെ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി. 57 അധികാരം കിട്ടിയപ്പോൾ നമ്മൾ നടപ്പാക്കാൻ തുടങ്ങിയിട്ടുള്ള എല്ലാ പദ്ധതികളും നയങ്ങളും നിയമനിർമ്മാണങ്ങളുമെല്ലാം നമ്മുടെ പ്രത്യയശാസ്ത്ര കാഴ്ചപ്പാടുകൾ മാത്രമല്ല, നമ്മുടെ നാടിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയെ പോലെയുള്ള ഒരു രാഷ്ട്രത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരു സ്റ്റേറ്റിനെ എങ്ങനെയാണ് അതിൻ്റെ മാതൃകാപരമായ വികസനം സാധ്യമാക്കുക എന്ന സങ്കല്പത്തോടുകൂടി നാം ആരംഭിച്ച പ്രയാണമാണ്. NDA നാട്ടിക നിയോജക മണ്ഡലം മഹിളാ സംഗമം ചേർപ്പ് മഹാത്മാ മൈതാനിയിൽ BJP ദേശീയ ജനറൽ സെക്രട്ടറി അണ്ണാമല ഉദ്ഘാടനം ചെയ്തു. തൃപ്പയാറിൽ നിന്ന് പെരുമ്പുളിശ്ശേരിയിലേക്ക് ബൈക്ക് റാലിയും തുടർന്ന് മഹിളകൾ ഉൾപ്പെടെയുള്ള മെഗാ റോഡ് ഷോയും നടത്തി. തുടർന്ന് NDA നാട്ടിക നിയോജക മണ്ഡലം മഹിളാ സംഗമം ചേർപ്പ് മഹാത്മാ മൈതാനിയിൽ BJP ദേശീയ ജനറൽ സെക്രട്ടറി അണ്ണാമല ഉദ്ഘാടനം ചെയ്തു. BJP തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് അധ്യക്ഷത വഹിച്ചു. നാട്ടിക നിയോജക മണ്ഡലം NDA സ്ഥാനാർത്ഥി CC മുകുന്ദൻ, മണ്ഡലം പ്രസിഡന്റുമാരായ റിനി കൃഷ്ണപ്രസാദ്, ശ്രീരാജ് V, ജനറൽ സെക്രട്ടറിമാരായ ഷൈൻ നെടിയിരിപ്പിൽ, രതീഷ് TG, സുബീഷ് കൊന്നക്കൽ, സുനിൽ എട്ടുമുന, സിറ്റി ജില്ലാ വൈസ് പ്രസിഡന്റ് സുധീഷ് മേനോത്തുപറമ്പിൽ, BDJS ജില്ലാ സെക്രട്ടറി അക്ഷയ് കൃഷ്ണ, മണ്ഡലം ട്രഷറർ റീജ, വിജയൻ ചെമ്പാറ തുടങ്ങിയ നേതൃത്വം നൽകി. கட்சி கடந்த 5 ஆண்டு காலமாக ஆட்சியில் இருந்து அதற்கு முன்பும் 5 ஆண்டு காலம் எந்த விதமான மாற்றமுமே கேரளாவில் நடக்கல என்பதை உணர்ந்து இந்த முறை மஞ்சேஸ்வரில் ஆரம்பித்து திருவனந்தபுரம் வரை, பாலக்காட்டில் ஆரம்பித்து திருச்சூர் வரை எல்லா இடத்துலையும் தாமரை மலர்ந்து கொண்டு நிற்கிறோம். 3 நாட்களுக்கு முன்பு கண்ணூர் போயிருந்தேங்க பிரச்சாரத்துக்கு. இன்னைக்கு காலையில தேவிகுளத்தில் இருந்தேன், இப்ப இங்க இருக்கிறேங்க. நாளானைக்கு காலையில மஞ்சேஸ்வரில் இருக்கிறேன். எல்லா இடத்திலும் கூட ஒரே ஒரு செய்தி மட்டும்தான், இந்த முறை கேரளத்தினுடைய மக்கள் நமக்கு தாமரைக்கு தான் நம்ம ஓட்டு போடணும், ஒரு மாற்றம் வேண்டும். LDFக்கும் UDFக்கும் நம்ம ஓட்டு போட்டு எந்த ஒரு மாற்றத்தையும் பார்க்கவில்லை என்று முடிவு செய்திருக்காங்க. அருமை சொந்தங்களே, இன்னைக்கு தேவிகுளத்தில் 3 முறை கம்யூனிஸ்ட் கட்சியினுடைய MLA-வாக இருந்தவர் 2006, 2011, 2016 திரு ராஜேந்திரன் அவர்கள் 40 ஆண்டு காலம் கம்யூனிஸ்ட் கட்சியில் இருந்து வேண்டாம் என்று சொல்லிவிட்டு பாரதிய ஜனதா கட்சியில் இணைந்து இன்னைக்கு நம்முடைய வேட்பாளராக தேவிகுளத்தில் போட்டியிட்டுக் கொண்டிருக்கிறார். നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ജാഗ്രതയോടെ മുന്നോട്ട് പോകുന്ന വലിയൊരു പ്രവർത്തനമാണ് നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളത്. നമ്മുടെ ഇന്ത്യ രാജ്യത്തും അതുപോലെ തന്നെ കേരളത്തിലും നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ കവഴിഞ്ഞ പ്രവർത്തനമായി മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവാത്മകമായ പ്രവർത്തന രംഗത്ത് മാതൃക പ്രതിച്ചിട്ടുള്ള നമ്മുടെ സ്നേഹനിറഞ്ഞ വനിതകൾ, അവരുടെ ബന്ധങ്ങൾ ഇതെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ, നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് 9-ാം തീയതിയാണ്. 9-ാം തീയതി നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ നമ്മുടെ ദേശീയ ചിഹ്നമായിട്ടുള്ള, നമ്മളെല്ലാവരും നമ്മുടെ നെഞ്ഞത്ത് അംഗീകരിച്ചിട്ടുള്ള ആ ചിഹ്നത്തിൽ, താമര അടയാളത്തിൽ നിങ്ങളുടെ വിലയേറെ വോട്ടുകൾ രേഖപ്പെടുത്തി വലിയ വിജയം നമുക്ക് ലഭിക്കുന്നതിന് ആവശ്യമായ നടപടികൾ പ്രവർത്തനങ്ങൾക്ക് ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത് വരുന്ന നമ്മളുടെ വിജയമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് എത്തുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ നാട്ടിക നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി ഗീതാ ഗോപിയെ വിജയിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് തീരദേശ റാലി സംഘടിപ്പിച്ചു. പാലപ്പെട്ടി ബീച്ചിൽ നിന്ന് ആരംഭിച്ച് തളിക്കുളം സ്നേഹതീരം സമാപിച്ച LDF സ്ഥാനാർത്ഥി ഗീതാ ഗോപി നയിച്ച തീരദേശ റാലി ശ്രദ്ധേയമായി. CPI ദേശീയ നേതാവ് ആനി രാജ ഉദ്ഘാടനം ചെയ്തു. 10 വർഷക്കാലം നാട്ടിക മണ്ഡലത്തിലെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും മണ്ഡലത്തിലെയും തീരദേശത്തെയും ഓരോ കുടുംബത്തിലെയും അംഗങ്ങൾക്ക് സുപരിചിതയായ LDFന്റെ നാട്ടിക മണ്ഡലം സ്ഥാനാർത്ഥി ഗീതാ ഗോപിയുടെ തീരദേശ റോഡ് ഷോയിൽ ആയിരങ്ങളാണ് അണിനിരുന്നത്. ചെങ്കൊടി കെട്ടിയ 100 കണക്കിന് ബൈക്കുകൾ നയനമനോഹര കാഴ്ചയായി മാറി. സ്ഥാനാർത്ഥിയുടെ വാഹനത്തിന് പിറകിലൂടെ വാഹനങ്ങൾ നീങ്ങിയപ്പോൾ റോഡിന് ഇരുവശവും ജനങ്ങൾ സ്ഥാനാർത്ഥി ഗീതാ ഗോപിക്ക് നേരെ കൈവീശുകയും മുഷ്ടി ചുരുട്ടി അഭിവാദ്യം അർപ്പിക്കുകയും ചെയ്തു. ഓരോ കേന്ദ്രങ്ങളിലും പടക്കം പൊട്ടിച്ചും പുഷ്പവൃഷ്ടി നടത്തിയുമാണ് തീരദേശ റോഡ് ഷോയിൽ ജനങ്ങൾ വരവേറ്റത്. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഷാജൻ ഫ്ലാഗ് ഓഫ് ചെയ്തു. KP സന്ദീപ് അധ്യക്ഷത വഹിച്ചു. S ദിനകരൻ, TR രമേഷ് കുമാർ, TS മധുസൂദനൻ, M സ്വർണലത, KR സീത, UK ഗോപാലൻ, MR ദിനേശൻ, CS മണി തുടങ്ങിയവർ സംസാരിച്ചു. ഗീതാ ഗോപിയെ വേട്ടയാടാൻ ശ്രമിക്കുന്നത് ഞങ്ങൾ ആ വലതുപക്ഷ പിന്തിരിപ്പൻ ദുഷ്ടശക്തികളോട് പറയുന്നു, നിങ്ങൾ എത്ര അപവാദങ്ങൾ അടിച്ചു വിട്ടാലും
നാട്ടികയുടെ മണ്ണിൽ ഇടതുപക്ഷം തിളക്കമാർന്ന വിജയം നേടി മെയ് മാസം 4-ാം തീയതി ഉജ്ജ്വലമായ ഭൂരിപക്ഷത്തോടെ ഗീതാ ഗോപിയെ വിജയിപ്പിച്ചിരിക്കും. ളെയും പരിചയപ്പെടുത്തേണ്ടതില്ലാത്ത ഒരാളാണ് നമ്മുടെ സ്ഥാനാർത്ഥി ഗീതാ ഗോപി. എനിക്കുണ്ടായ ഒരു അനുഭവം മാത്രം പറയാനാണ് ഞാൻ ഈ ഉദ്ഘാടന പ്രസംഗത്തിൽ ഉദ്ദേശിക്കുന്നത്. ഞാൻ അയ്യന്തോൾ താമസിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇവിടെ വന്ന് സ്ഥാനാർത്ഥി എനിക്കറിയുന്ന ചില ആളുകളെ പരിചയപ്പെടുത്തിയാന്ന് നോക്കിയപ്പോൾ ഞാൻ പരിഹാസ്യനായി. കാരണം അവർക്കൊക്കെ സഖാവ് ഗീതാ ഗോപിയെ നേരിട്ടറിയാം, ഗീതാ ഗോപിക്ക് അവരെയും അറിയാം. ഈ മണ്ഡലത്തിലെ മഹാഭൂരിപക്ഷം ആളുകളെയും നേരിട്ടറിയുന്ന പ്രഗത്ഭയായ ഒരാളാണ് നമ്മുടെ സ്ഥാനാർത്ഥി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന എന്നെ അരിവാൾ ധാന്യക്കതിരിൽ വോട്ടുകൾ നൽകിക്കൊണ്ട് വൻ ഭൂരിപക്ഷത്തോടെ വീണ്ടും എന്നെ നിയമസഭയിൽ പറഞ്ഞയക്കണമേ എന്ന അഭ്യർത്ഥനയുമായിട്ടാണ് തീരദേശത്ത് ഇങ്ങനെ ഒരു റാലി സഖാവ് വാനി രാജയുടെ നേതൃത്വത്തിൽ നമ്മൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത്. മത്സ്യബന്ധന മേഖലയിൽ തൊഴിലെടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് ആവേശകരവും അതിലേറെ അഭിമാനകരവുമായ വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 10 വർഷം നേതൃത്വ നിരയിൽ നിന്ന് നടപ്പിലാക്കിയതിൻ്റെ അഭിമാനകരമായ നേട്ടത്തെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഈ പ്രദേശത്ത് വോട്ടഭ്യർത്ഥിച്ച് നിങ്ങളോടൊപ്പം ഈ റാലിയിൽ പങ്കെടുക്കുന്നത്. ഈ പ്രദേശത്തെ വോട്ടർമാരെ നേരിൽ കാണുന്നതിനും നിങ്ങളുടെ അനുഗ്രഹങ്ങൾ ഏറ്റുമേടിക്കുന്നതിന് വേണ്ടി ഈ പ്രചരണ വാഹനത്തെ തൊട്ടുപുറകെ ഇതുവഴി കടന്നു വരുന്നു. വാടാനപ്പള്ളിയിൽ ഭക്ഷ്യക്കിറ്റുകൾ കണ്ടെത്തിയ സൂപ്പർ മാർക്കറ്റ് ഉടമയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. വിവാദമുണ്ടായ സൂപ്പർ മാർക്കറ്റിനോട് ചേർന്ന വീട്ടിലുണ്ടായിരുന്ന നായനും BJP നേതാവുമായ ദേവനെയും യുവമോർച്ച നേതാവ് വഗീഷ് പൂരാടനെയും കസ്റ്റഡിയിലെടുക്കുമെന്ന് തടിച്ചുകൂടിയ UDF പ്രവർത്തകർ ആവശ്യപ്പെട്ടു. സംഘർഷം രൂക്ഷമായതോടെ പ്രദേശത്തേക്ക് കേന്ദ്രസേനയും എത്തിയിരുന്നു. ഗോഡൌണിലെ കിറ്റുകൾ പോലീസ് കസ്റ്റഡിയിലെടുത്തു. 1.25 കിലോ കഞ്ചാവുമായി കുപ്രസിദ്ധ കഞ്ചാവ് വിൽപ്പനക്കാരൻ അറസ്റ്റിലായി. കടപ്പുറം ഇരട്ടപ്പുഴ സ്വദേശി വലിയകത്ത് വീട്ടിൽ രഞ്ജിത്താണ് അറസ്റ്റിലായത്. മുത്തമാവ് കാരക്കടവ് പാലത്തിന് സമീപത്ത് വെച്ചാണ് രഞ്ജിത്തിനെ ചാവക്കാട് പോലീസ് ഇൻസ്പെക്ടർ രാജീവിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. കൈപ്പമംഗലം ഐരൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര മഹോത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി തളനെല്ലൂർ പടിഞ്ഞാറമന പത്മനാഭൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റ് നടന്നത്. ഏപ്രിൽ 12 വരെയുള്ള തീയതികളിലാണ് ഉത്സവാഘോഷം നടക്കുക. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 11:30 മുതൽ പ്രസാദ ഊട്ടുണ്ടായിരിക്കും. ഏപ്രിൽ 6 രാത്രി 7 ദേശത്തെ കലാകാരന്മാരുടെ വിവിധ കലാപരിപാടികൾ. ഏപ്രിൽ 7 രാത്രി നൃത്തസദ്യ. ഏപ്രിൽ 8 രാത്രി 7 ബാലെ. ഏപ്രിൽ 9 രാത്രി 7 കഥകളി. ഏപ്രിൽ 10 വൈകിട്ട് 3 തേരുവരവ് ആഘോഷം. രാത്രി 7 ഭജൻസ്. 8:30 തിരുവാതിരക്കളി. ഏപ്രിൽ 11 ഉത്സവ ദിവസം വൈകിട്ട് കാഴ്ച ശീവേലി. ഏപ്രിൽ 12 രാവിലെ ആറാട്ട് എന്നിവയാണ് പ്രധാന പരിപാടികൾ. കൊരട്ടിയിൽ ലൈംഗിക അതിക്രമ കേസിൽ വൈദികൻ അറസ്റ്റിൽ. കൊരട്ടി കോനൂർ സെന്റ് ജോസഫ് പള്ളിയിലെ വികാരി ഫാദർ ജോസഫ് കൊടിയനാണ് അറസ്റ്റിലായത്. ആൺകുട്ടിയുടെ പരാതിയിലാണ് അറസ്റ്റ്. 3 വർഷം മുമ്പ് ഇയാൾ പോക്സോ കേസിൽ പിടിക്കപ്പെട്ടിരുന്നു. സഞ്ചരിക്കുന്ന ബീവറേജിന് എക്സൈസിന്റെ പൂട്ട്. അഴീക്കോട് പുത്തമ്പള്ളി ബീച്ചിൽ കാട്ടുപറമ്പിൽ നസീറിനെയാണ് എക്സൈസ് ഇൻസ്പെക്ടർ കിഷോർജിയും പാർട്ടിയും പിടികൂടിയത്. ഇലക്ഷന്റെ ഭാഗമായി എക്സൈസ് നടത്തിവരുന്ന സ്പെഷ്യൽ ഡ്രൈവിലാണ് ഇയാൾ പിടിയിലായത്. കൊടുങ്ങല്ലൂർ റേഞ്ചിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ PR സുനിൽകുമാറിന് ലഭിച്ച പരിശോധനയിൽ ഹീറോ മാസ്ട്രോ സ്കൂട്ടറിൽ സൂക്ഷിച്ചു വെച്ച 9 ലിറ്ററോളം വരുന്ന വിദേശ മദ്യം പിടിച്ചെടുത്തു. അഴീക്കോട് പുത്തമ്പള്ളി മുനക്കൽ മുതൽ അഴീക്കോട് സുനാമി കോളനി വരെയുള്ള സ്ഥലങ്ങളിൽ ആവശ്യക്കാരുടെ പടിവാതിക്കൽ മദ്യമെത്തിച്ചു കൊടുക്കുന്ന ഇയാളെ എക്സൈസ് സംഘം നിരീക്ഷിച്ചു വരികയായിരുന്നു. എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ഗ്രേഡ്മാരായ PR സുനിൽ, CV ശിവൻ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ CT അനുരാജ്, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ സുധ എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. വാടാനപ്പള്ളിയിലെ BJP കിറ്റ് വിതരണം ചെയ്തെന്ന പരാതിയിൽ കേസെടുത്ത് വാടാനപ്പള്ളി പോലീസ്. ചാമ്പ്യൻസ് ട്രേഡേഴ്സ് എന്ന സ്ഥാപന ഉടമ പ്രവീൺജിത്തിനെ പ്രതിയാക്കിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. 72,542 രൂപ വില വരുന്ന ഭക്ഷ്യസാധനങ്ങളാണ് കിറ്റുകളിൽ ഉണ്ടായിരുന്നതെന്ന് FIR-ൽ പറയുന്നു. തെരഞ്ഞെടുപ്പ് ഫ്ലൈയിങ് സ്ക്വാഡ് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റായ P. ബാബുമോന്റെ നിർദ്ദേശപ്രകാരമാണ് കേസ്. കിറ്റ് വിവാദത്തിൽ കേസെടുക്കാൻ ചാവക്കാട് മജിസ്ട്രേറ്റ് കോടതി അനുമതി ലഭിച്ചതിന് പിന്നാലെയാണ് വാടാനപ്പള്ളി പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഓർഡർ ചെയ്ത ആൾക്കെതിരെയും കേസെടുക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. LDF പെരിഞ്ഞനം ലോക്കൽ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് റാലിയും പൊതുയോഗവും നടത്തി.
LDF എടത്തുരുത്തി പഞ്ചായത്ത് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് റാലിയും പൊതുയോഗവും നടത്തി. NDA നാട്ടിക നിയോജക മണ്ഡലം മഹിളാ സംഗമം ചേർപ്പ് മഹാത്മാ മൈതാനിയിൽ BJP ദേശീയ ജനറൽ സെക്രട്ടറി അണ്ണാമല ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ നാട്ടിക നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി ഗീതാ ഗോപിയെ വിജയിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് തീരദേശ റാലി സംഘടിപ്പിച്ചു. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.